ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് എന്റെ പൊന്നുമോള് ഞെട്ടരുത്. പൊന്മുടിയിലെ പൊന്നമ്പിളിയുടെ ഹോം സ്റ്റേയെ കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. അവിടുത്തെ എല്ലാ മുറികളിലും രഹസ്യ ക്യാമറകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ താമസിച്ച മുറിയിലെ ക്യാമറയിൽ പതിഞ്ഞ എല്ലാ വിഷ്വലുകളും ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിന്റെ അനുജത്തിമാരായ ഇരട്ടകൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ. അതെല്ലാം ദേ ഈ മൊബൈൽ ഫോണിലുണ്ട്. മോൾക്ക് കാണണോ? ഞാനിതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി ചെറുതായിട്ടൊന്ന് പ്രചരിപ്പിക്കട്ടെ. വേണ്ട പ്ലീസ്, ഒരിക്കലും അത് ചെയ്യരുത്. എന്റെ അനിയത്തിമാരുടെ ജീവിതം നശിപ്പിക്കരുത്. കുറച്ചു മുമ്പ് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. കരാട്ടക്കാരികളെ ഇരട്ടളെ വെച്ച് എന്നെ ഇടിക്കുമെന്നോ അടിക്കുമെന്നോ വലിച്ചു മുക്കിക്കറ്റുകളോ എന്നൊക്കെയല്ലേ. ഞാനിപ്പോ എന്താ വേണ്ടത്? അങ്ങനെ വഴിക്ക് വാ. ഇനി ഞാൻ പറയാം. എനിക്ക് നിന്റെ മുന്നിൽ വെക്കാൻ ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ഇരു ചെവി അറിയാതെ നീ അനിയത്തിമാരെയും കൂട്ടി എന്റെ കൂടെ വരണം. ഒന്നോ രണ്ടോ മണിക്കൂറത്തേക്ക് മതിയെന്നേ, ആരും അറിയില്ല. ഒത്തിരി അങ്ങ് ആഗ്രഹിച്ചു പോയി, അതുകൊണ്ടാ. ദൈവത്തെ ഓർത്ത് ദ്രോഹിക്കരുത്. ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും നശിപ്പിക്കരുത്. നിന്നെയും നിന്റെ ചേച്ചി അമൃതയും കെട്ടാൻ പോകുന്ന രണ്ട് പെങ്കോന്തന്മാര് വന്ന് എന്നെ കോമാളിയാക്കി തള്ളിയതല്ലേ, അതിനുള്ള പ്രതികാരമാണിതെന്ന് കൂട്ടിക്കോ. ഇത്രയെങ്കിലും ചെയ്യാതെ പോയാലേ ഈ പുരുഷോത്തമൻ ഒരു പുരുഷനല്ലാതായിപ്പോ. ഞാൻ 1 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ നീയും നിന്റെ ഇരട്ടകളായ അനുയോജ്യമാരും പോകാൻ റെഡിയായി ഇറങ്ങണം. എന്നിട്ട് എന്നെ വിളിക്കണം. ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. കാറുമായി ഞാൻ എത്തിക്കോളാം. ഇല്ല പ്ലീസ്, ഞങ്ങളെ ദ്രോഹിക്കരുത്. ഞങ്ങൾ വരില്ല. വന്നില്ലെങ്കിലേ ദേ ഇത് മറക്കണ്ട, മനസ്സിലായല്ലോ? പേടിക്കണ്ട. നിങ്ങളുടെ ചേച്ചിയുടെ ബർത്ത്ഡേ പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് സേഫായി ഞാൻ നിങ്ങളെ തിരിച്ചെത്തിച്ചോളാം. പോരെ? ഹലോ അഖില. ആകാശേട്ടാ, ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താടി, എന്തു പറ്റി? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.